ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ ഈ വോയിസ് കൊടുക്കാൻ ഇപ്പോൾ വൈകിട്ടാണ്, രാത്രി 10:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി മുൻവശത്ത് തന്നെ വന്നിരുന്നതാട്ടെ ഞാൻ. അതകത്ത് എല്ലാ ഇപ്പം നമുക്ക് സാഹചര്യമില്ല ഉള്ളിൽ കൊടുക്കാനല്ല. അപ്പോൾ ഞാൻ മുൻവശത്തേക്ക് തന്നെ വന്നതാണ്. നല്ല മഴയൊക്കെ ഒരമ്പി വരുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല. അപ്പം ഞാൻ ഒരിടം വരെ പോയ കാരണം എഡിറ്റിങ്ങിൻ്റെയും വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഒക്കെ സമയമൊക്കെ വൈകിയിട്ടാണ്. എനിക്കും ഇപ്പോൾ ഉറക്കം വരൽ തുടങ്ങിയിരിക്കുന്നത്. നല്ല തണവുമല്ലേ. അങ്ങനെ വെള്ളയപ്പാണ് കേട്ടെന്ന് തലേ ദിവസം രാത്രി അരച്ചതാട്ടാ. ഒരു 10 മണിയൊക്കെ വരാകുമ്പോൾ അരച്ച് വലിയ ചെമ്പട്ടിയിൽ തന്നെ ഞാൻ ഒഴിച്ച് വെച്ചതാട്ടാ. പല പ്രാവശ്യം ഈ പൊന്തി പോണ കാരണം ഒന്ന് വലിയ ചെമ്പിൽ തന്നെ അരച്ച് വെച്ചതാട്ടാ. അപ്പം ഞാൻ ഫോൺ ഓണാക്കി വെച്ചൊന്നും ചേച്ചി കണ്ടിട്ടില്ല കേട്ടോ. കഷ്ണങ്ങളൊക്കെ മുറിച്ച് തരികയാണ്. എന്താ വെച്ചെന്ന് സാമ്പാറാണ്. സാമ്പാർ കറി, പിന്നെ അതിലുണ്ടാകുമല്ലോ പയറും കോവയ്ക്കൊക്കെ, അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഉപ്പേരി, പിന്നെ നല്ല അടിപൊളി ഉണക്കമാന്തലും വറുത്ത ഒരു രക്ഷയില്ല. സാമ്പാറും ഉണക്കലും ഉണ്ടെങ്കിൽ അല്ലേ. അപ്പം ഒന്ന് അതൊക്കെ കേട്ടോ. അപ്പം എൻ്റെ കഷ്ണങ്ങളൊക്കെ നാളികേരം ചരിക്കായാലും ഒക്കെ അതൊക്കെ ചെയ്യട്ടാ. അത് കഷ്ണം മുറിച്ച് വെച്ച് തന്നെ പോരാ, ഒക്കെ കഴുകി വെക്കും കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ മോന് പോകാനുള്ള കാരണം ഞാൻ വേഗം ഓന് 2 വെള്ളയപ്പം ഉണ്ടാക്കി എടുത്തുട്ടാ. അപ്പം ഇന്നലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ട ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അത് അതിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ ഓൻ്റെ കാര്യമായിട്ട് കഴിയും. പിന്നെ വെള്ളപ്പത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നലെ പാൽക്കപ്പ ഉണ്ടാക്കിയാലോ, ആ കപ്പ ഉണ്ട് കേട്ടോ. ഒരു കഷ്ണം കൂടി 2 കഷ്ണം കൂടിയൊക്കെ. അപ്പം അതിന് ഇന്ന് നല്ലൊരു ഇഷ്ടുക്കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സവോളയും 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ പൂള ഒക്കെ മുറിച്ച് കഷ്ണമാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി. അപ്പോൾ അതാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആ വേവാനുള്ള വെള്ളം കേട്ടോ. ഒരുപാട് വെള്ളമില്ല. ആ കിഴങ്ങ് എത്രയാണോ ആ കിഴങ്ങിനോടൊപ്പമുള്ള വെള്ളമാണ് ഇട്ട് വെച്ചിട്ടുള്ളൂ. ഒരു 4-5 വിസിലാണ്ട് അടിച്ചിട്ടാണ്. എത്രത്തോളം വേവണോ അത്രയും നല്ലത് തന്നെ. അങ്ങനെ വെന്ത് ഒക്കെ തുറന്നപ്പോൾ ഞാൻ ആ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കയ്യിലേറ്റ് കുറച്ച് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ വെള്ളപ്പത്തിന് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിങ്ങനെ നല്ല രുചിയാണ്. അപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നാൽ മതി കേട്ടോ. പളപ്പളാ തിളയ്ക്കൊന്നും വേണ്ട. എന്നിട്ടൊന്ന് കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ച് ഒന്ന് വറവിട്ടാൽ നല്ല അടിപൊളി സെറ്റപ്പ് കറിയായിട്ടാണ്. പിന്നെ ഇപ്പം ഇന്നലെയായാലും നമ്മളെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം, എന്നാലേട്ടാ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മഴക്കാലം തുടങ്ങിയില്ലേ. മുന്നേക്കെന്ന് പറഞ്ഞാൽ ഇടവം 15 ആവാൻ കാത്തുകുത്തിരിക്കും മഴയുടെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇപ്പം അങ്ങനെ 15-20 ഇല്ല. മഴയ്ക്ക് എപ്പോൾ തോന്നണോ അപ്പാണ്ട് പെയ്യാണ് കേട്ടാ. പെയ്യുമ്പാണ്ട് തിമിർത്ത് പെയ്യാണ്. ഇപ്പം മഴ തുടങ്ങിയിട്ട് തന്നെയല്ലേ ഉള്ളൂ. ചില ഭാഗത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കണം. പക്ഷെ നമ്മളെ വായിക്കാട്ടാ വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാത്തത്. അങ്ങനെ കുക്കറിൽ നിന്ന് ഞാൻ ആ കറി ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഒന്ന് വറവിട്ടെടുക്കും വേണം. നമുക്ക് സാമ്പാറേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ 1 കിലോ പിരിയമുളകിൻ്റെ പൊടി പൊടിച്ചതുണ്ടായിരുന്നു കേട്ടോ. മുകളിലെ കല്യാണമൊക്കെ ആയിട്ട് പൊടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ വെറും എരിവുള്ള മുളകും പൊടി തന്നെയുള്ളൂ കേട്ടോ. ഇപ്പം മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ആ മുളകും പൊടി മാത്രമാകുമ്പോൾ തീരെ ഒരു കളറില്ലാത്ത പോലെയാണ്. ഇനി മറ്റേ മഴക്കാലമൊക്കെ വരുമ്പോഴേക്കും മുളകും മല്ലിയൊക്കെ പൊടിച്ച് സ്റ്റോക്ക് വെക്കും കേട്ടോ. മുളകും പൊടി ഇപ്പോഴേക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾക്ക് മഴക്കാലം വരുമ്പോഴേക്കുള്ള ആ സ്റ്റോക്ക് വെക്കാനൊന്നും പ്രശ്നം പറ്റിയില്ല കേട്ടോ. നേരത്തെ മഴ പിടിച്ച കാരണം. പിന്നെ മുളകൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴുകിയ ഒന്ന് ഉണങ്ങാൻ 2 ദിവസമൊക്കെ ഒന്ന് പിടിക്കൂലേ, നല്ല ഉണങ്ങണമെങ്കിലൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യണമോ. ഉണ്ട് ഒരു 1 കിലോനോളൊക്കെ മുളകും പൊടി ഉണ്ട് കേട്ടോ. നല്ല തവളര പാട്ട് കേൾക്കാണ്ട് കേട്ടോ കൂട്ടുകാരെ. തവളര പാട്ട് ഇഷ്ടമുള്ളവരുണ്ടോ? എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ ഞാൻ ഒരു വീഡിയോയിലെങ്കിലും പറയൂലേ. നല്ല രസമായിട്ട് ഈ തവളപ്പാട്ട് തവളപ്പാട്ട് കേട്ടുറങ്ങാൻ.
എൻ്റെ വീടിൻ്റെ 2 വശവും പടിഞ്ഞാറ് ഭാഗത്തും ഒരു കുളം ഉണ്ടായിരുന്നു, തെക്ക് ഭാഗത്തും ഒരു കുളം ഉണ്ടായിരുന്നു. പിന്നെ ഈ കുളങ്ങളൊക്കെ ഉണ്ട് നിറഞ്ഞാൽ പറമ്പിക്ക് വെള്ളം കയറിയിട്ട് പറമ്പൊക്കെ മുങ്ങിയിട്ടാണ് കിടക്കട്ടാ. അപ്പോൾ ഈ മഴ കൊണ്ട് പെയ്തു തുടങ്ങിയാൽ ഈ തവളകളുടെ ഈ പാട്ട് എന്തൊരു ഇഷ്ടമാണെന്ന് പറയും എനിക്ക് കേൾക്കാൻ. ചിലപ്പോൾ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതൊരു ഇഷ്ടം. ചിലരൊക്കെ പറയുന്നതൊക്കെ ഈ തവളരെ കരച്ചിലൊക്കെ ഇപ്പോൾ പേടിയാവുകയാണ്. എന്ത് രസമാണെന്ന് അറിയാമോ അത് ശ്രദ്ധിച്ച് കേട്ടാൽ. പല പല ശബ്ദത്തിലാവും ഈ തവളകൾ കരയുക അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിറ്റിയിലും ടൗണുകളിലൊന്നും താമസിക്കുന്നവർക്ക് അതൊന്നും അറിയില്ല കേട്ടാ. നാട്ടിൻപുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പല ശബ്ദത്തിലും കരയും. ഇപ്പോൾ ഈ മഞ്ഞത്തവള പുതുമഴ ഉണ്ട് പെയ്താൽ കുറച്ച് വെള്ളത്തിൽ എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല, ഒരു മഞ്ഞ തവള ഉണ്ട് വരാൻ കുറച്ച്. അതുണ്ടൊരു കരച്ചിൽ. അതിങ്ങനെ കരയുമ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ചങ്കിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ബബിൾക്കൊക്കെ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വരും. പിന്നെ 2 ദിവസമൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ട് പിന്നെ ആ തവളേനെ കാണില്ല വെള്ളം കൂടിയ. അപ്പം എൻ്റെ അമ്മയൊക്കെ പറയൂ കേട്ടാ, പറയണാണ് നേരെ എന്താണെന്നറിയില്ല. പിന്നെ ആ കരഞ്ഞിട്ട് പിന്നെ ആ പാട പൊട്ടിയിട്ട് ഇവർ ചത്തു പോവുകയാണെന്നാണ് പറഞ്ഞുള്ളത് കേട്ടാ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അത് ആ വലിയ മഞ്ഞ തവള. പിന്നെ സാധാ തവളകളൊക്കെ അത് വേറൊരു കരച്ചിലാട്ടാ. അപ്പോൾ നല്ല രസം എപ്പോഴും കേൾക്കാണ്ട് ഇങ്ങനെ തവളയുടെ ഒരു പാട്ട്. അപ്പം നമ്മൾ അടുപ്പത്ത് സാമ്പാറാണ് കേട്ടോ. അപ്പം അതിലേക്കുള്ള പരിപ്പിനോടൊപ്പം ഞാൻ വേവുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചതാണ്. ഇന്ന് കുക്കറിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്നതിൻ്റെ ശേഷമാണ് കേട്ടോ തക്കാളിയും വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കണത്. നല്ല രുചിയുള്ളൊരു സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. നമ്മളെ സ്വപ്നയുടെ വിക്കി ചത്തു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിട്ടാണ്. 10 ഉണ്ടെങ്കിലും ഒന്ന് കാണാതെ ആയിരിക്കുക ഭയങ്കര ഇടങ്ങേറാട്ടാ. അപ്പോൾ ഈ പൊന്നു ചത്തേ പിന്നെ അതിൻ്റെ മക്കളിങ്ങനെ ഇപ്പൊക്കെ പഠിച്ചിട്ട് അവർ എന്നാലും രാത്രിൻ്റെ ആകുമ്പോഴേക്കും ഞാൻ വാതിലൊക്കെ തുറന്നിട്ട് വെറുതെ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ദിവസം കഴിക്കാണ്ടാക്കിയപ്പോൾ ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്തേക്കൊക്കെ എല്ലാവരും വന്നിട്ട് അവിടെ പോയി കിടക്കൂട്ടാ. മണിയുടെ മക്കളും ഉണ്ടാവും അതിൽ. പിന്നെ മറ്റേ 2 ഉള്ളത് മേലെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരാളായാലും അത് എണ്ണം കുറയുമ്പോഴൊക്കെ ഒരു വിഷമമല്ലേ. അങ്ങനെ കറിയൊക്കെ ഏതാണ്ടൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ പഴയിടത്തിൻ്റെ സദ്യ കഴിക്കാൻ പോയല്ലോ അവിടുന്ന് ഞാൻ മേടിച്ചതാട്ടാ. സാമ്പാർ പൊടി പഴയിടത്തിൻ്റെ നല്ല ടേസ്റ്റുള്ള ആട്ടാ. ഉറക്കം വരുന്നിട്ട്. അപ്പോൾ സാമ്പാറൊക്കെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഉണക്കമുളക് ഇല്ല കേട്ടാ ഉണ്ടായിരുന്നത് നമ്മളെ കപ്പക്കറിയിലേക്ക് എടുത്ത് കറിവേപ്പിലയും ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് സാമ്പാർ വറവിട്ടിട്ടാ. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോഴത്തേനും ഒന്നുകൂടി തിക്കാവും കേട്ടോ. അപ്പം നമ്മളെ സാമ്പാറും റെഡിയായി. പിന്നെ നമ്മളെ ബാക്കിയുള്ള കോവയ്ക്കയും പയറും ബീൻസും ഒക്കെ കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് കയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ ഉണങ്ങി മരിയും. അപ്പോൾ അതൊക്കെ ചേച്ചിയൊക്കെ ഒന്ന് കഴുകി മുറിച്ച് വെച്ചതാട്ടോ. അപ്പോൾ അതൊന്ന് എങ്ങനെയൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ തിന്നു പോകും. അപ്പോൾ അതുമായി നമ്മളെ ചായയും ആയിട്ടാ. പിന്നെയാണ് ഞാൻ ബാക്കിയുള്ള വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ മോൻ കൊണ്ടുവന്നതാട്ടോ ഉണക്കൽ. മോന് ഭയങ്കര ഇഷ്ടമാണ് മാന്തളൊക്കെ. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഒന്ന് വെള്ളത്തിൽ ഇടുക കേട്ടോ. അധികം ഉണങ്ങാത്തൊരു മാന്തളാണ്.
എനിക്ക് ഞാൻ തരാം അടി ട്ടാ. എന്താണ് അങ്ങനെ നോക്കണ? അപ്പം മണി ഇപ്പോൾ കുട്ടികളെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെയൊക്കെ കൊത്തിയാട്ടി ഇറക്കുന്നുട്ടാ. അപ്പോൾ ഓള് പുതിയ ആളെയൊക്കെ തിരഞ്ഞു പിടിച്ചെടുക്കണ്. ഇപ്പോൾ പിന്നാലെ ഓടലാണ് വീണ്. അപ്പോൾ പച്ച പോലെ വെള്ളമൊക്കെ ഉണ്ടാകും ആറ്റിന് വീണുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒന്ന് സൈഡിലേക്കൊക്കെ ഇട്ട് പണിയാൾ അടുക്കളയത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഒന്ന് മഴ തോർന്നത്. അപ്പോൾ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടുകയാണ്. പിന്നെ അത് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചേച്ചി സഹസ്രനാമൊക്കെ ചെല്ലൂട്ടാ. സഹസ്രനാമ സ്തോത്രം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിതന്നികുണ്ഡസംഭൂതാ ദേവകാര്യസമുദ്യതാ ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിതാ രാഗസ്വരൂപപാശാക്ഷാ ക്രോധാകാരാങ്കുശോച്ചരാ മനോരൂപേപ്സു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണപ്രഭാപൂരാ മധ്യബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോകപുന്നാഗ സൗഗന്ധീകലസത്തച കുരുവിന്ദമണിശ്രേണി കനകോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജാ ദളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭാ മൃഗനാഭീശേഷക വദനസ്മരണമാംഗല്യ ഗൃഹതോരണചില്ലിക വക്രലക്ഷ്മീ പരീവാഹ ചലന്മീനാബലോചന നവചമ്പകപുഷ്പാഭാനാസാ ദണ്ഡവിരാജിത താരാകാന്തിതിരസ്കാരീ നാസാഭരണഭാസുര കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂരമനോഹര താടങ്കയുഗളീഭൂത കപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവീകപോലഭൂ നവവിദ്രുമബിംബശ്രീന്യക്കാരീരധനച്ഛദാം ശുദ്ധവിദ്യാങ്കുരാകാരാ ദ്വിജപത്നീഭയോജ്വലാം കർപ്പൂരവീടികാമോദാ സമാകർഷതി ഗന്ധരാം നിജസല്ലാപമാധുര്യ വിനിർഭക്തിതപച്ഛതി മന്ദസ്മിതപ്രഭാപൂര മധ്യകാമേശമാനസാം അനാകലിതസാദൃശ്യ ചുംബുകശ്രീവിരാജിത കാമേശബന്ധമാംഗല്യ സൂത്രശോഭിതകന്ധര കനകാംഗദകേയൂര കമനീയഭുജാന്വിത രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാന്വിത കാമേശ്വരപ്രേമരത്നമണി പ്രതിപണസ്തനീം നഭ്യാലവാലരോമാളി ലതാഫലകുജദ്വയീം ലക്ഷ്മ്യാലോ രോമലതാധാരാ താസാമുന്നേയമധ്യമാം സ്തനഭാരതളന്മധ്യ പട്ടബന്ധവലിത്രയാം അരുണാരുണകൗസ്തുംഭവസ്ത്രഭാസുർതടീതടീം രത്നകിങ്കിണികാര്യം രശനാദാമഭൂഷിത